വിശ്വസാഹിത്യകാരനായിരുന്നു ടോൾസ്റ്റോയ്. അയാളുടെ ഒരു കഥ അപ്പം പറഞ്ഞു തരാം. മനുഷ്യന് കൊതി അത്യാർത്തി പാടില്ല. ആ കഥയുടെ പേര് ഒരാൾക്ക് എത്ര ഭൂമി വേണം എന്നാണ്. എന്താ കഥയുടെ പേര്? ഒരാൾക്ക് എത്ര ഭൂമി വേണം. കുറച്ച് മതി. എന്നാൽ ആളുകൾ ഈ ഭൂമി മൊത്തം തൻ്റേതാക്കാനുള്ള മത്സരവും യുദ്ധവും ഒക്കെയാണ് നടത്തുന്നത്, അല്ലേ? ഇതെല്ലാം നടത്തി തീരുമ്പോഴത്തേക്ക് ഇയാൾ മരിച്ചു പോകും ആളുകൾ, അല്ലേ? അത് മനുഷ്യൻ ഓർക്കുന്നില്ല. അപ്പോൾ പണ്ടൊരു ജന്മി ഉണ്ടായിരുന്നു. ആ ജന്മി അയാളുടെ പറമ്പുകൾ, അയാളുടെ ഭൂമി ആളുകൾക്ക് വിറ്റിരുന്നത് വിചിത്രമായൊരു മാർഗത്തിലാണ്. അത് പറയാം. രാവിലെ അയാളുടെ വീട്ടിൽ കുറെ പണം കൊണ്ടു കൊടുക്കണം. അപ്പോൾ അയാൾ പറയും, നിങ്ങൾ ഇവിടെ നിന്ന് ഈ അടയാളത്തിൽ നിന്ന് ഓടിത്തുടങ്ങിയാൽ വൈകുന്നേരം ഈ അടയാളത്തിൽ തിരിച്ചെത്തുന്നത് വരെ എത്ര ഓടിയോ അത്രയും ഭൂമി നിങ്ങളുടേതാണ്. ഇവിടെ കൊള്ളാമല്ലോ, ശരിക്ക് വേഗത്തിൽ ഓടിയോ ഒരുപാട് ഭൂമി കിട്ടും, അല്ലേ? ഈ ഭൂമിക്കൊതിയനായ മനുഷ്യൻ പണം കൊണ്ട് പ്രഭുവിനെ ഏൽപ്പിച്ചിട്ട് ഓടാൻ തുടങ്ങി. അയാൾ വിശ്രമിച്ചില്ല, വെള്ളം കുടിച്ചില്ല, കാപ്പി കുടിച്ചില്ല, ഉച്ചയ്ക്ക് ചോറുണ്ടില്ല. ഒരു വലിയ വിസ്തൃതിയിലുള്ള ഭൂമി അയാൾ ഓടി. വൈകുന്നേരമായപ്പോൾ അയാൾ കിതച്ചു. അയാൾക്ക് ഓടാൻ വയ്യ, നടക്കാൻ വയ്യ. മനസ്സിലായില്ലേ? രാവിലെ തൊട്ട് ഓടുകയല്ലേ. ഒരു വൈകുന്നേരം ആയപ്പോൾ അയാൾ കിതച്ചു, വിറച്ചു. അയാൾ തുടങ്ങിയ അടുത്തെത്താൻ ഇനി ഇത്തിരി ദൂരമേ ഉള്ളൂ. അയാൾ വീണുപോയി. രാവിലെ തൊട്ട് ഓടിയല്ലേ, ഒന്നും കഴിച്ചില്ല, വെള്ളം പോലും കുടിച്ചില്ല, അല്ലേ? അയാൾ കിതച്ചു വീണുപോയി. എവിടെയാ? തുടങ്ങിയെടുത്താണോ? അല്ല, അതിനും ഒത്തിരി മുൻപേ. കിതച്ചു വീണ അയാൾ മരിച്ചുപോയി. മരിച്ചുപോയ ആ മനുഷ്യന് എത്ര ഭൂമി വേണം? ഭൂമി വേണോ? 6 അടി മണ്ണ് മതി അയാളെ കുഴിച്ചിടാൻ. മനസ്സിലായോ? ഇതാണ് ടോൾസ്റ്റോയ് പറഞ്ഞ ഗുണപാഠ കഥ. എന്താ കഥ? ഒരാൾക്ക് എത്ര ഭൂമി വേണം? എത്ര ഭൂമി? ഇത്തിരി മതി അയാളെ കുഴിച്ചിടാൻ വേണ്ടിയുള്ളത്.